ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ജോസഫ് ദാസൻ ബ്രദറിൻ്റെ ജീവിത അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മേഖലകളുമൊക്കെയായിരുന്നു കേട്ടിരുന്നത്. ഇന്ന് കർത്തൻ ടാക്കീസ് എന്ന് പറയുന്ന മുഖമില്ലാത്ത യൂട്യൂബ് ചാനലിലൂടെ അനേകർ സഭയുടെ നന്മയുടെ മുഖങ്ങൾ, പ്രത്യേകിച്ച് ആഴമായ സഭാ പഠനങ്ങളെയൊക്കെ കേട്ടിട്ടുണ്ട്. ആ മുഖത്തെയും കൂടെയാണ് നമ്മളിന്ന് പരിചയപ്പെടുക. സോഷ്യൽ മീഡിയയിലൂടെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന ഈ മുഖം നമുക്ക് പരിചയപ്പെടാം. സ്നേഹത്തോടെ സ്വാഗതം. കർത്തൻ ടാക്കീസിന് ശബ്ദമേ ഉള്ളൂ, മുഖമില്ലായിരുന്നു. ഇന്ന് ഷാലോം ടിവിയിലൂടെ മുഖത്തെ പരിചയപ്പെടുത്തുകയാണ്. പറയൂ, എന്താണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ശക്തമായ ദൈവ പ്രഘോഷണത്തിൻ്റെ പ്രചോദനം അഥവാ അതിൻ്റെ തുടക്കം ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? മുഖമില്ല എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്. സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ 2 രീതിയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാൻ പറ്റുന്നത്. ഒന്ന്, അഡ്രസ്സ് ഇല്ലാത്ത സോഷ്യൽ മീഡിയ. 2, മുഖമില്ലാത്ത. അപ്പോൾ ഇതിൽ ഈ മുഖമില്ലാത്തതെന്ന് വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ കൂടുതൽ വിഷ്വൽസാണ് ഉപയോഗിക്കുന്നത്, ആനിമേഷനും വിഷ്വൽസൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന് അവിടെ ഒരു പ്രാധാന്യമില്ല. മാത്രമല്ല, നമ്മൾ ഇങ്ങനെ നേരിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് ഗ്യാപ്പ് ഒരുപാട് വരും. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 4 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ നേരെ പറയുമ്പോൾ ഒരു 12 മിനിറ്റോ 15 മിനിറ്റോ എടുക്കുന്ന കാര്യം നമ്മൾ വിഷ്വലിൻ്റെ സഹായത്തോടെ 4 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ മുഖം കാണിക്കാതെ ഓഡിയോ കൊണ്ട്. പക്ഷേ സഭയിലുള്ള കത്തോലിക്കരായ ആളുകൾക്കെല്ലാം ഇപ്പോൾ എൻ്റെ പേര് അതിൽ എല്ലാത്തിലും ഞാൻ പേരെഴുതും. അതാണ്, അഡ്രസ്സ് ഇല്ലാത്തതല്ല, ആരാണ് ചെയ്തതെന്ന പേര് ആ വീഡിയോയിലുണ്ടാവും. പക്ഷേ അതേസമയം നമ്മുടെ മുഖം കാണിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ മുഖമില്ല, അത് അങ്ങനെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉയർന്നു വരുന്ന സമയത്താണ് ഈ ഒരു വെല്ലുവിളി നമുക്ക് നേരിടുന്നത്. അതായത് ബാക്കി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു നല്ല ആശയം പ്രചരിപ്പിക്കാൻ ഒരു മാധ്യമം വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗം വേണമെന്നുള്ളതിൽ ഏറ്റവും മുമ്പിൽ നിന്നിരുന്നത് എന്നും കത്തോലിക്ക സഭയായിരുന്നു. വിദ്യാഭ്യാസം എത്തിച്ചത് സഭയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പത്രം നമ്മളാണ്, സഭയാണ്. അപ്പോൾ ഈ ലോകത്തിന് ഏതെങ്കിലും ഒരു നല്ല ആശയം കൊടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം മുമ്പിൽ നിന്നിരുന്നതെന്നും സഭയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു നല്ലൊരു പരിപാടി കാണണമെങ്കിൽ നമ്മൾ പള്ളിമുറ്റത്ത് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു. കാരണം അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവൻ. അപ്പോൾ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നല്ലതെല്ലാം എപ്പോഴും കൊടുക്കാൻ ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന കത്തോലിക്ക സഭ. പക്ഷേ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായപ്പോൾ സഭയുടെ നന്മകൾ പ്രചരിപ്പിക്കാനായിട്ട് സഭ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് സഭ തുടങ്ങുന്ന സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ സഭാ മക്കൾ തുടങ്ങുന്നു എന്ന് ഞാൻ കാണാൻ ഇടവന്നു. അപ്പോൾ എനിക്ക് തോന്നി, സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്രലോഭനമാണ്. അതായത് എനിക്ക് വീഡിയോ എഡിറ്റിങ് അറിയാം, ഞാൻ ഭയങ്കര ക്ലാസിക്കായിട്ട് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ അത് ചെയ്യാനറിയാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനറിയാം, അല്ലെങ്കിൽ എനിക്ക് ഓഡിയോയുടെ സംഭവങ്ങൾ അറിയാം. ഞാനൊരു IT പ്രൊഫഷൻ പഠിച്ച ഒരാളായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ ഒരു അത്യാവശ്യം എനിക്ക് പ്രസൻറ്റേഷനും ചെയ്യാൻ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. മാത്രമല്ല, സഭയുടെ വിഷയങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിഷയങ്ങളാണെങ്കിൽ ചെറുപ്പം മുതലേ പ്രസംഗമൊക്കെ പഠിപ്പിക്കാൻ ദൈവം അനുവദിച്ചത് കൊണ്ട് അങ്ങനെയും പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര വെല്ലുവിളിയാണ്. അതായത് ഞാൻ കുറേ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് കുറേ പൈസ കിട്ടും. അതായത് ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്ക് എടുത്താൽ മതി. നമുക്ക് ദൈവം തന്നിട്ടുള്ള ടാലൻറ്റ് ഉപയോഗിച്ചാൽ വലിയ ചാനലുകൾ ഇഷ്ടം പോലെ തുടങ്ങാം. എന്നാൽ നമുക്ക് അതിനു വേണ്ടി ചിലവഴിക്കാൻ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഏത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ചെയ്യണോ അതോ ലോകത്തിൻ്റെത് ചെയ്യണോ? ലോകത്തിൻ്റെത് ചെയ്താൽ നമുക്ക് കാശ് കിട്ടും, ഇഷ്ടംപോലെ കാശ് കിട്ടും. ഈ ടെക്നോളജി ഉപയോഗിച്ചാൽ മതി. റോക്കറ്റ് സയൻസ് വരെ നമുക്ക് പഠിപ്പിക്കാം. അതാണ് യൂട്യൂബിൻ്റെ തുടക്കകാലത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച് ഞാനൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഞാനിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് സമയം കിട്ടുകയാണെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ലോകത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതേസമയം ഇപ്പോൾ കിട്ടുന്ന ഈ സമയം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ കർത്തൻ ടാക്കീസ് തുടങ്ങിയത്. പക്ഷേ ഈ ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് വെറുതെ പറയുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം മതി ഒരു കാര്യം എഡിറ്റ് ചെയ്യാൻ. ചിലപ്പോൾ ലൈവായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് പോലും ആവശ്യമില്ല.
എന്നാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ചിലപ്പോൾ ഒരു 2 ദിവസത്തെ വർക്ക് ഉണ്ടാവും. അതാണ് കാരണം അതിന്റെ പിക്ചറൈസേഷൻ എല്ലാം ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും നമുക്ക്. പക്ഷെ ആളുകൾക്ക് അത് സന്തോഷമാണ്. കാരണം അവർ ഒരു 15 മിനിറ്റ് കൊണ്ട് കേൾക്കേണ്ട ഒരു കാര്യം അവർക്ക് 5 മിനിറ്റ് കൊണ്ട് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയുള്ള ശ്രോതാക്കൾ അല്ലെങ്കിൽ സ്വീകർത്താക്കളാണ് ഉള്ളത്? എത്രയോരേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നുണ്ട്? അതിന്റെ പരിമിതികളുണ്ടോ? അതും കൂടെ ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അത് കാലാകാലങ്ങളായിട്ട്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ആദ്യം ഇട്ട് കഴിയുമ്പോൾ ഒരു 2-3 മാസം അനങ്ങാതെ കിടക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മളത് മറന്നേ പോകും. അത് കഴിഞ്ഞ് പിന്നെ നാളുകൾ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴാണ് കാണുന്നത് അത് 50,000 വ്യൂസ് കഴിഞ്ഞു, 60,000 കഴിഞ്ഞു, അല്ലെങ്കിൽ ചിലതൊക്കെ ലക്ഷങ്ങൾ കഴിഞ്ഞ അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മളത് ചെയ്ത് കഴിഞ്ഞ കാര്യം മറന്നിട്ട് പിന്നീട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് അയ്യോ ഇത് ഇത്രയും വ്യൂസ് ആയോ എന്ന് കാണുന്നത്. അപ്പോൾ അത് യൂട്യൂബിൻ്റെ ഒരു വലിയ നന്മയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകിച്ച് മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചില ആളുകൾ അത് ആ വീഡിയോ എടുത്തിട്ട് അവരത് വാട്സാപ്പിലൂടെയൊക്കെ പ്രചരിപ്പിക്കും. നമുക്കതിൽ വിരോധമൊന്നുമില്ല. നമുക്ക് എന്താ പറയുന്നത്, സന്ദേശം എത്തുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ വീഡിയോ തന്നെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വീഡിയോ ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ സഭയുടെ തന്നെ കാര്യം അതുപോലെ തന്നെ ആര് പ്രചരിപ്പിക്കുന്നതിന് നമുക്ക് വിയോജിപ്പില്ല. അതെ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങളിൽ ആദ്യം പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും ഓർക്കുകയാണ്, സഭ ഇച്ചിരി പുറകോട്ട് പോയി. തീർച്ചയായിട്ടും നമുക്കും അതറിയാം. അതുകൊണ്ടാണ് സഭയ്ക്കെതിരെ വരുന്ന സംഘടിത ശക്തികളോ പ്രത്യേകിച്ചുള്ള കൾട്ട് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സഭാത്മകമായ സഭയുടെ തകർച്ചയെ തന്നെ ആഗ്രഹിക്കുന്ന വിവിധ സംഘടനകളോ അതേപോലെ തന്നെ വിവിധ സാമ്രാജ്യ സംവിധാനങ്ങളൊക്കെ, ഒരുപക്ഷെ അന്ന് റോമൻ സാമ്രാജ്യമായിരുന്നു സഭയെ തകർക്കാൻ പരിശ്രമിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ, ഇന്ന് അതിലും വലിയ സാമ്രാജ്യ ബുദ്ധി പോലെ പൈശാചിക ശക്തികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ പണം ഉപയോഗിച്ചൊക്കെ സഭയുടെ നന്മകളെ ഇല്ലെന്നാക്കി കാണിച്ചുകൊണ്ടിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുന്ന ചെറിയ പ്രതിസന്ധിയെ സാർവത്രികവൽക്കരിച്ചുകൊണ്ട് സഭയുടെ സർവ്വശ്രേഷ്ഠതയെ മറച്ചു വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യുവജനങ്ങളിലേക്കോ അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്കെല്ലാം സഭ മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് സഭ വളരെ ഒരുപക്ഷെ കുറച്ച് പുറകോട്ട് പോയത്? ഇതേ മാധ്യമങ്ങളിൽ കൂടെ സഭ ഇതിൻ്റെ സത്യാവസ്ഥ അറിയിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നാറുണ്ടോ? എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയത്, സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനമാണ്. അതായത് സെൻറ്റ് മേരീസ് ദുബായ്, അവിടെ ദുബായിലെ സെൻറ്റ് മേരീസിൽ നടത്തിയ ദൈവശാസ്ത്ര പഠനം. ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ സഭാ പഠനങ്ങളെല്ലാം വളരെ ആഴമായിട്ട് വൈദികരൊക്കെ പഠിക്കുന്നത് പോലെ പഠിക്കാനുള്ള ഒരു വലിയ കൃപ കിട്ടി. അപ്പോൾ സത്യം പറഞ്ഞാൽ സഭ ഇത് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അതാണ് ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു സംഘത്തെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന് അത് ചെയ്യിക്കാൻ എത്തിക്കുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയ അങ്ങ് എത്തിക്കഴിഞ്ഞു. തോന്നിയവർക്കെല്ലാം ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം കാര്യങ്ങൾ പഠിച്ചവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഭ അൽമായരെ പഠിപ്പിക്കാൻ സജ്ജമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വൈദികർക്ക് എല്ലാവർക്കും തന്നെ ടെക്നോളജി അറിയണമെന്ന് നിർബന്ധം. കാരണം ടെക്നോളജി അറിയുക എന്നതല്ല വൈദികനാകാനുള്ള യോഗ്യത. അപ്പോൾ അതുകൊണ്ട് ഇത് അൽമായരുടെ മേൽ നിക്ഷിപ്തമായിരിക്കും. നമുക്ക് കേരളത്തിൽ അറിയാം, ഇപ്പോൾ ഷാലോം TV ആണെങ്കിലും ഷക്കീന ആണെങ്കിലും പ്രമുഖ ചാനലുകളെല്ലാം ദൈവവും സഭയും പരമേൽപ്പിച്ചിരിക്കുന്നത് അൽമായരെയാണ്. അപ്പോൾ ഇത് ശരിക്കും സഭയ്ക്ക് വേണ്ടി അൽമായർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ആണ്. അപ്പോൾ അതിനുവേണ്ടി പഠിച്ചവരുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ അൽമായർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മൾ ഇച്ചിരി താമസിച്ചാണ് തുടങ്ങിയതുപോലെ തോന്നുന്നതെങ്കിലും ഗംഭീരമായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ എതിർപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ എതിർക്കുന്ന വ്യക്തികൾ അത് സത്യമാണെന്ന് വിചാരിച്ച് ചെയ്യാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവരെ ബഹുമാനിക്കുന്നു. ബഹുമാനമാണ്. കാരണം അവർ ചിലപ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇതാണ് സത്യം എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, വിമർശനങ്ങൾ നമുക്ക് നല്ലതാണല്ലോ. കാരണം ആരും ഈ പ്രതിപക്ഷമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വരുന്നത് തന്നെ ഭരിക്കുന്നവർ അങ്ങ് തോന്നിയതുപോലെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ ശബ്ദം എപ്പോഴും നല്ലതാണ്. പക്ഷേ ഈ സത്യമാണ് എന്ന് വിചാരിച്ച് പലരും കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത്
സാത്താൻ്റെയും ഒരു വർക്കുണ്ട്. അപ്പോൾ അവർക്ക് പുള്ളി കൊണ്ടുപോയി കുറേ ഇൻഫർമേഷൻ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരൊക്കെ എല്ലാം കുറേ പേരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്, സഭയെ എതിർക്കുന്നവരൊക്കെ. നമുക്ക് അങ്ങനെ എല്ലാവരെയും നമുക്ക് മോശം പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ കിട്ടുന്ന ഇൻഫർമേഷനാണ് അവരുടെ അതിനുള്ള അധികം. അപ്പോൾ ഇവരിത് പറയുമ്പോൾ വ്യത്യസ്തമായ ഒരു ഡയമെൻഷനിൽ ഈ കാര്യം നിങ്ങൾ കണ്ടു നോക്കണമെന്ന് പറയാൻ ആരെങ്കിലും അവരുടെ അടുത്തും ഉണ്ടാകണം. അതായത് പ്രതിപക്ഷത്തിനൊരു പ്രതിപക്ഷം, അതാണ് ഞാൻ പറയുന്നത് അല്ലേ. പ്രതിപക്ഷത്തിന് മറ്റൊരു പ്രതിപക്ഷം. നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. പകരം ഇങ്ങനെ കൂടെ കണ്ടാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുമെന്ന് അവരോട് ചോദിക്കാൻ. അപ്പോൾ ഒരു വിധത്തിൽ ഈഗോ ഇല്ലാത്ത പ്രതിപക്ഷമാണുള്ളതെങ്കിൽ അവർ നമ്മൾ പറയുന്നത് കേട്ടതിന് ശേഷം ശരിയാണ്, ഞാൻ ഈ ഡയമെൻഷൻ കണ്ടില്ല എന്ന് പറയാൻ ഇടവരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കാര്യം നമ്മൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്നവർക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ, പക്ഷേ എനിക്ക് എല്ലാവരെയും അങ്ങനെ ഞാൻ കാണാറില്ല. കാരണം നമുക്കൊരു ഈഗോ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം സഭയെ നമുക്ക് അടിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഈ ലോകത്തോട് മുഴുവൻ അവർ പറയുന്നത് ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് അവർ അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറയണമെങ്കിൽ ഗാന്ധിജിയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ശ്രേഷ്ഠത ഉള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ, സഭയിൽ പെടാത്തവരാണെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടായാലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ കാണുന്നത് പ്രതിപക്ഷം എപ്പോഴും ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഡേറ്റ പൂർണ്ണമല്ല എന്ന് അവരോടുകൂടെ പറയാനും, പിന്നെ ഈ പറയുന്നത് പോലെ തമസ്കരിക്കുക എന്ന് പറയുന്നൊരു കാര്യം ശരിക്കും നടക്കുന്നുണ്ട്. അതായത് ഇപ്പം എനിക്കറിയാവുന്ന സഭയല്ല, അതാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ കാണുന്നത് അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ കാണുന്ന സഭയല്ല, ഞങ്ങൾ കാണുന്ന വൈദികരെക്കുറിച്ചല്ല ഇവർ പറയുന്നത്. മനസ്സിലായില്ലേ? മറ്റതുണ്ട്, സത്യമാണ്, മറ്റു പലതും ഉണ്ട്, അത് സത്യമാണ്, അത് അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. പക്ഷെ അതിനെ സഭയെന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കാനും മാത്രമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല പറയുന്നതെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാം കാണാൻ പറ്റാത്ത ഒരു സമൂഹം ജീവിക്കുന്നുണ്ട്. അവർ ഒരു 70% അവർക്ക് സഭയുടെ എല്ലാ കാര്യങ്ങളും അറിയില്ല, അവർക്ക് നന്മകളെല്ലാം അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഡേറ്റ ഇല്ലാത്ത ഒരു തെറ്റായ പ്രചരണം അവരുടെ അടുത്തെത്തിയാൽ അവരുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ സഭയിലെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാര്യമുണ്ട്, ഞാനിത് പറയുന്നത് മൂലം കേൾക്കുന്ന വ്യക്തി ഈശോയിൽ നിന്ന് അകലാൻ പാടില്ല. പക്ഷേ ഞാൻ വിഷമിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രതിപക്ഷ ശക്തികളായി വളർന്നു വരുന്നവർ തന്നെ കേൾക്കുന്നവന് ദൈവത്തിലുള്ള വിശ്വാസം പോകരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാറേയില്ല. എന്നാൽ അങ്ങനെ സഭയിലുള്ള മനുഷ്യർക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെടരുത് എന്ന് കാണുന്നവരാരും വലിയ പ്രതിപക്ഷങ്ങളാകുന്നില്ല. അപ്പോൾ ഈ ഒരു വിവേകം ഉണ്ട്. ആ വിവേകത്തെ ആളുകളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കുക എന്ന് പറയുന്നത്, അതായത് നമ്മൾ അംഗീകരിക്കേണ്ട തെറ്റുകൾ അംഗീകരിക്കണം. നമുക്കതൊരിക്കലും ഇപ്പം കരിസ്മാറ്റിക് നവീകരണത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. പ്ലെയിനായിട്ട് പറഞ്ഞാൽ ഉണ്ട്. നമുക്ക് അതിൽ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ സാധ്യതയൊന്നും നമ്മൾ തള്ളാൻ പാടില്ല. എന്നാൽ അതേസമയം കരിസ്മാറ്റിക് നവീകരണം നല്ലതാണോ? നല്ലതാണ്. അത് ആവശ്യമുണ്ടോ? അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും പറയാൻ, അല്ലെങ്കിൽ തെറ്റുകൾ അവഗണിക്കാതെ തന്നെ നന്മകൾ എടുത്തു പറയാൻ പറ്റുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ മാറ്റം വരുത്താൻ കൂടുതൽ സാധിക്കുന്ന വ്യക്തികളെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം തിരഞ്ഞെടുക്കാൻ. വളരെ സന്തോഷം അത് കേട്ടത്. നമ്മുടെ യുവജനങ്ങൾ, ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് ഈ സമയങ്ങളിൽ. ഈ അടുത്ത സമയത്ത് തന്നെ പാലായിലൊരു ഇടവകയിൽ ഞാനൊരു യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ക്ലാസ് എടുത്തപ്പോൾ അവർക്ക് സാധാരണ ഒത്തിരി വലിയൊരു ദൈവശാസ്ത്രമൊന്നും അവർ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, 10ലും 11ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, കാറ്റഗിസവും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് ബേസിക്കായ, അതായത് സഭാത്മകമായ, നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതോ ഒക്കെ ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ കടന്ന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉദയംപേരൂർ സൂനകദോസ് ഇവിടെ നടന്നു, അതിൻ്റെ നേട്ടങ്ങൾ എത്ര വലുതാണ്, എന്തുകൊണ്ടത് സംഭവിച്ചു, അല്ലെങ്കിൽ ആദ്യമായിട്ട് തന്നെ ഇവിടെ ഒരു സ്കൂള് തന്നെ തുടങ്ങിയതാരാണ്, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു സ്ത്രീക്ക് നല്ലപോലെ ഡ്രസ്സ് ഇട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും വേണമെന്ന് വാദിച്ചതാരാണ്? ഇവിടുത്തെ മിഷണറിമാരോ അല്ലെങ്കിൽ സഭയുടെ വക്താക്കളോ അല്ലെങ്കിൽ സഭയുടെ തലവന്മാരോ ആണ്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, ഒരു ചികിത്സാ സമ്പ്രദായം വേണമെന്ന്, പാവപ്പെട്ടവനും ചികിത്സ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇതെല്ലാം സഭ ചെയ്ത കാര്യമാണ്, കത്തോലിക്ക സഭ ചെയ്ത കാര്യമാണ്.
ഇത് നമ്മുടെ ഈ ഒരു 1000 കുട്ടികളെ ഇരുത്തിയിട്ട് അവരോട് ചോദിച്ചാൽ അവർ എത്ര പേര് ഇതിനകത്ത് അറിവുണ്ട്? ഒരു ഡിഗ്രി പഠിച്ച പിള്ളേരോട് ചോദിച്ചാൽ പോലും, ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ഇവർക്ക് എവിടം വരെ നമ്മുടെ സഭയെ അറിയാം. അപ്പോൾ നമുക്ക് യുവജനങ്ങളെ ഒത്തിരിയേറെ കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ സഭയിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പറയുന്ന ആളെന്ന നിലയ്ക്കും ഞാൻ ചോദിക്കുകയാണ്, ഈ യുവജനങ്ങളിലേക്ക് മുഴുവൻ സഭയുടെ നന്മയുടെ മുഖങ്ങളെങ്കിലും എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട്, നമുക്ക് പറ്റുന്നതോടെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. എങ്കിലും എന്താണ് ഒരു നല്ല സൊല്യൂഷൻ? എന്തൊക്കെ നമ്മൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ സഭാസ്നേഹികളാക്കാൻ? കാരണം സഭയെ സ്നേഹിച്ചാലാണ് അത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. കാരണം ക്രിസ്തു പ്രവർത്തിക്കുന്ന സഭയിലൂടെയാണ്. ക്രിസ്തു രണ്ടാമത് വരുന്നത് വരെ ഇവിടെ സർവ്വമഹത്വത്തോടെ നിൽക്കേണ്ടതും സഭയാണ്. അപ്പം അതിനുവേണ്ടി എന്തൊക്കെ കർത്തൻ ടാക്കീസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളോ ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് യുവജനങ്ങളോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അത് രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്നൊരു വികാരമുണ്ട് നമുക്ക്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വികാരം, കേരളത്തിൻ്റെ ഒരു വികാരം, അതെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അതായത് ഒരു ഇന്ത്യക്കാരൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സഭയുടെ അറിയാമല്ലോ, നമ്മുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല പള്ളികളും ഹൈന്ദവർ നൽകിയ സ്ഥലം, അല്ലേ? ഹൈന്ദവർ ദാനം ചെയ്ത സ്ഥലം, അവിടെയാണ് പള്ളികൾ പണിതിട്ടുള്ളത്. നമ്മുടെ സ്കൂളുകൾ പണിതിട്ടുള്ളത് ഇന്ത്യക്കാർ, അതായത് ക്രിസ്ത്യാനി നസ്രാണികളുടെ പൈസ കൊണ്ട് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പല പുരാതന ദേവാലയങ്ങളൊക്കെ എടുത്താൽ ഹൈന്ദവ രാജാക്കന്മാർ, നാട്ടുപ്രമാണികൾ അവർക്ക് തന്ന സ്ഥലത്താണ് നമ്മൾ പലപ്പോഴും ദേവാലയങ്ങളൊക്കെ വെച്ചത്, സ്കൂളുകൾ വെച്ചത്. അതായത് ഇന്ത്യക്കാരൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് നല്ലത് ചെയ്യുന്നവനെ അംഗീകരിക്കുകയും നമുക്ക് അവരെ ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികളുടേത് എന്നറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്കൂളുകൾ തുടങ്ങാൻ ഇവിടെ പറ്റിയതും. അത് ഭാരതീയൻ്റെ ഒരു നന്മയാണല്ലേ ശരിക്കും. എനിക്ക് അത് വളരെ തോന്നുന്നു. അപ്പോൾ ഒരു കത്തോലിക്കൻ എന്നതിനേക്കാൾ ഉപരി ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ കത്തോലിക്ക സഭ ഈ ലോകത്തിന് നന്മ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന് നന്മ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സഭ ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനാവുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം. കാരണം ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, കൊല്ലം അവിടെയൊക്കെ ഈ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മഠമുണ്ട്. ഈ മഠം അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പിതാവ് രാജാവിൻ്റെ അല്ലെങ്കിൽ നാട് ഭരിക്കുന്നവരുടെ ആഗ്രഹപ്രകാരമാണ് അത് സ്ഥാപിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഭാരതത്തിന് ഇവരുടെ സേവനം ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ വിശ്വാസം ഇവിടെ നിലനിന്നാൽ, ഇവർ പിന്തുടരുന്ന ജീവിതശൈലി ഇവിടെ നിലനിന്നാൽ, ദരിദ്രരെ ശുശ്രൂഷിക്കുകയും അല്ലെങ്കിൽ സ്കൂളുകൾ തുടങ്ങുകയും പാവപ്പെട്ടവരെ പഠിപ്പിക്കുകയും ജാതി മതഭേദമന്യേ അല്ലെങ്കിൽ ഒരു പൊക്കമോ താഴ്ചയോ നോക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഈ സേവനം നൽകുന്നവരെ സ്വീകരിക്കുന്ന ഇന്ത്യയുടെ കൾച്ചർ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കൾച്ചർ, അത് നമ്മുടെ കുട്ടികൾക്കും ആദ്യം വരണം. മനസ്സിലായി? ഇന്ത്യക്കാരൻ എന്ന് പറയുന്നൊരു സംഭവം. അപ്പം ഞാൻ കത്തോലിക്കനായിരിക്കുന്നതിൻ്റെ ഒരു വികാരം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇന്ത്യൻ രക്തം തന്നെയാണ് ശരിക്കും. കാരണം ഇത് എൻ്റെ രാജ്യത്തിന് നന്മ ചെയ്യുന്ന ഒരു വിശ്വാസമാണ് എന്നത്. രണ്ടാമത്തത്, ഇന്ത്യ വിട്ട് നമ്മൾ സാർവദേശീയമായി ലൗകികമായിട്ട് ചിന്തിക്കും, ലോകത്തിൻ്റെ മൊത്തം കാഴ്ചപ്പാട് ചിന്തിക്കുമ്പോഴും ലോകമെങ്ങും സഭ നടത്തിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും സോഷ്യൽ ഇതിൽ നോക്കുമ്പോഴത്തെ അത് തന്നെ മതി സഭയെ സ്നേഹിക്കാനും സഭയെ പിന്തുടരാനും. സാമൂഹ്യമായിട്ട് വിശ്വാസം ഒന്നും തന്നെ ഇല്ലാതെ സാമൂഹ്യമായിട്ട് ക്രിസ്ത്യാനികൾ ഇവിടെ വേണം, അല്ലെങ്കിൽ ഈ ചിന്താഗതിയുള്ള ആളുകൾ ഇവിടെ വേണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. രണ്ടാമത്തത്, എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒന്നാമത്തത്, ഞാൻ ഇപ്പോൾ പറയുന്നതാണ് ഒന്നാമത്തത്. അതായത് നമ്മൾ യേശുവിനോടുള്ള, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റാതെ വരുന്ന ഒരു സാഹചര്യം, അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ കാണാത്തത് കൊണ്ടാണ്. കാരണം ഇത് ഈ ലോകത്തിൻ്റെ സ്പീഡാണ് ഇതിനകത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്. കാരണം ദൈവിക കാര്യങ്ങൾ നമുക്ക് സ്പീഡിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു വലിയ വിഷയമാണ്, മനസ്സിലായില്ല? കാരണം ഇത് നമുക്കറിയാമല്ലോ, ആത്മീയ കാര്യങ്ങൾക്ക് ഒരു സാവകാശമുണ്ട് എല്ലാത്തിനും പഠിപ്പിക്കാൻ. പക്ഷേ ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ലോകത്തെക്കുറിച്ച് വളരെ വേഗം അറിയുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് സൂപ്പർ ഫാസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഈ നമ്മുടെ തട്ടുകട മോഡലിൽ കർത്താവിനെ കൊടുക്കാൻ നമുക്ക് പ്രയാസമാണ്. പൗലോസ്ലീഹ ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധരും നമ്മളെ പഠിപ്പിച്ച കാര്യം ആദ്യം പാല്, പിന്നെ കട്ടിയുള്ള ഭക്ഷണം, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ സ്പീഡും നമ്മളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാറ്റഗിസത്തിലൊക്കെ നമ്മൾ കാണുന്നത്. പണ്ട് ലോകവും പതുക്കെയായിരുന്നു,
നമ്മുടെ പഠനങ്ങളും പതുക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഴയ തലമുറയെ നമുക്ക് ലോകത്തെ അതിജീവിക്കാനായിട്ട് എളുപ്പം പറ്റുമായിരുന്നു. ലോകത്തിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ സഭയുടെ ഇൻഫർമേഷൻ നമുക്ക് പതുക്കെ കൊടുക്കാനും പറ്റത്തുള്ളൂ. പക്ഷേ ലോകത്തിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് വളരെ സെക്കൻഡ് കിട്ടുന്നു. ഈ ഒരു ക്രൈസിസിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്, ശരിക്കും പറഞ്ഞാൽ ദൈവാനുഭവത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കണം. ദൈവാനുഭവം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അല്ലാതെ അതിലേക്കൊന്ന് പെട്ടെന്ന് നയിച്ചാൽ മതി, അല്ലെ? കൂടെ ജീവിക്കുന്ന ഈശോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്, ഞാൻ ഈ കർത്തൻടാക്കി സ്റ്റേറ്റ്മെൻ്റ് ഏറ്റവും വലിയൊരു വെല്ലുവിളി അതാണ്. ഈശോയെക്കുറിച്ച് ഈ നീന്തൽ പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതായത് എങ്ങനെ നീന്താമെന്ന് പറഞ്ഞ് നമ്മൾ പുസ്തകം എഴുതും, എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ആളെ ഇറക്കിയാലല്ലേ അയാൾക്ക് നീന്താൻ പറ്റത്തുള്ളൂ. അയാൾ ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ചാലും അയാൾ നീന്തുകയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്ര വീഡിയോ ചെയ്താലും ഈ കർത്താവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം ഇത് നമ്മുടെ തലമുറ തുടങ്ങുന്നില്ലെങ്കിൽ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പരിചയം കിട്ടുന്നില്ലെങ്കിൽ അവർക്കൊരിക്കലും ഈ ആത്മീയത പരിചയമാകത്തില്ല. അപ്പോൾ ഈ വ്യക്തിപരമായ ബന്ധം വളരെ വളരെ സിമ്പിളാന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന ഏതൊരു കാര്യവും ചെയ്തു നോക്കിയാൽ സത്യമാണ് എന്നറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വെള്ളത്തിൽ നിങ്ങൾ താഴെ വീണാൽ വെള്ളം നിങ്ങൾ മുകളിലോട്ട് പൊക്കും എന്ന് നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ചാലും സത്യം പറഞ്ഞാൽ നീന്തൽ പഠിക്കുന്ന സമയത്താണ് നമ്മളത് അറിയുന്നത്, അല്ലേ? നമ്മളൊരു പ്രത്യേക രീതിയിൽ കിടക്കുമ്പോൾ വെള്ളം നമ്മളെ മുകളിലോട്ട് പൊക്കും. ഇത് അറിയുമ്പോഴാണ് നമുക്കത് അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറ്റുന്നത്. പക്ഷെ അതുപോലെ സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. അത് പുസ്തകത്തിൽ എഴുതി വയ്ക്കാം, നമുക്ക് കാറ്റഗിസം ക്ലാസ്സിൽ വാക്കാലെ പറയാം. പക്ഷേ ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയെ നമ്മൾ അനുഭവിക്കുന്നത് ഉണ്ടല്ലോ, ആ അനുഭവം ഒരിക്കലും നമ്മൾ പഠിപ്പിച്ചാൽ കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിനെ അതിജീവിക്കാൻ നമുക്കുള്ളൊരു ഏക മാർഗം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രാക്ടിക്കലാക്കണം. അത് ഒരു പഴയ സമ്പ്രദായമല്ല, അത് പുതിയ സമ്പ്രദായമാണ്. കാരണം ഇപ്പോഴത്തെ ഈ എല്ലാ വിദേശ സിലബസുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം കൂടുതലും പ്രാക്ടിക്കലാണ്, അല്ലേ? ഒരു കാര്യം പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇനി മുതൽ പാഠപുസ്തകങ്ങളെ അതിജീവിക്കുന്ന പ്രാക്ടിക്കൽ സംവിധാനങ്ങൾ, അതായത് യേശു ആരാണ് എന്ന് വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് പാഠപുസ്തകങ്ങളും പഠന രീതികളും പൊളിച്ചെഴുതിയാലേ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിനുവേണ്ടി സഭയുടെ അധികാരികൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം പരിശുദ്ധാത്മാവിനെ പേപ്പറിൽ കാണുന്നതിന് പകരം പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ യുവജനങ്ങളാണേലും കുഞ്ഞുങ്ങളാണേലും എല്ലാം ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുമെന്നതാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അനേകം മനുഷ്യരിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് തിരുസഭയ്ക്ക് വേണ്ടി. പണ്ട് ഇത് നമ്മുടെ നിഘണ്ടുവിലില്ലാത്ത കാര്യമായിരുന്നു. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയത്ത് പോലും ഇല്ലായിരുന്നു നമുക്ക്, അല്ലേ? പക്ഷേ മുമ്പേ പറഞ്ഞതാണ് ഞാൻ വീണ്ടും തുടങ്ങുന്നത്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, അതായത് പാമ്പ്ലാനി പിതാവിനെ ഇവിടെ നമ്മൾ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. പിതാവാണ് അൽമായർക്ക് വേണ്ടി പഠിക്കാനൊരു വാതിൽ തുറന്നു തരുന്നത് ദൈവശാസ്ത്രം. ഇപ്പോൾ അനേകം പേര് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പഠിക്കുന്നുണ്ട് ഈ സഭയുടെ നമ്മൾ പറഞ്ഞ സാമൂഹ്യ ദർശനങ്ങളും ദൈവശാസ്ത്ര വശങ്ങളും കൂദാശയുടെ ദൈവശാസ്ത്രവും ഒക്കെ. അപ്പം ഈ പഠനവും ആ പഠിച്ചപ്പോഴാണ് നമുക്കും കൂടുതൽ ആഴത്തിൽ ഈ സഭയെ എങ്ങനെ മനസ്സിലാക്കണം, സ്നേഹിക്കണം, സർവ്വ പുഷ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം പോലത്തെ തിരുസഭയുടെ വിവിധ റീത്തുകളെയൊക്കെ അന്നേരമാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരെ ലോകത്തിന് സംഭാവന ചെയ്യേണ്ട ഒരു സമയം കൂടെയാണിതെന്ന് തോന്നുവാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കാണുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഷാലോമിലൂടെ. അപ്പോൾ തിരുസഭയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാം എന്നതുകൂടി ഒന്ന് പറയാമോ? പ്രാർത്ഥനയിലൂടെ. സത്യം പറഞ്ഞാൽ നമുക്ക് വ്യക്തമാണ്. അതായത് പത്രോസ്ലീഹ അകത്തു പോയ സമയത്ത്, ജയിലിൽ പോയ സമയത്ത്, അതെ, പത്രോസ്ലീഹയെ രക്ഷപ്പെടുത്തിയത് അൽമായരുടെ അല്ലെങ്കിൽ ഭയങ്കര മാധ്യമ പ്രവർത്തനമൊന്നുമല്ല, പുറത്തു നിൽക്കുന്നവരുടെ പ്രാർത്ഥനയായിരുന്നു. കാരണം അവിടെ അത് പറ്റില്ലായിരുന്നു. ഈ ജനാധിപത്യ ലോകത്ത് മാധ്യമപ്രവർത്തനം നമുക്ക് ശക്തമായിട്ട് വേണം. പക്ഷേ അന്നത്തെ കാലത്ത് രാജഭരണത്തിൽ അത് പ്രയാസമായിരുന്നു. മാധ്യമ പ്രവർത്തനമൊന്നും നടക്കാത്തൊരു സമയത്ത് അന്ന് സഭ കണ്ടുപിടിച്ചൊരു മാർഗം, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നയിച്ച മാർഗം, അത് തന്നെയാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സഭ ആക്രമിക്കപ്പെടുമ്പോൾ, സഭാ നേതൃത്വം ആക്രമിക്കപ്പെടുമ്പോൾ, തെറ്റ് സംഭവിക്കുമ്പോൾ, സഭയ്ക്കുള്ളിൽ തെറ്റ് സംഭവിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതായത് നിയോഗങ്ങൾക്ക് വേണ്ടി, സഭയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് മാർപ്പാപ്പയുടെ നിയോഗം എന്ന് പറയുന്നത് ഈ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് മാറും. അതായത് മാർപ്പാപ്പയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മാർപ്പാപ്പയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റാൻ, ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.
അതാണ്. അപ്പോൾ മാർപ്പാപ്പയിലൂടെ സകല കർദിനാൾമാരിലേക്കും സകല മെത്രാന്മാർ, കാര്യം മാർപ്പാപ്പ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്താൽ അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മാർപ്പാപ്പയ്ക്കാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പിശാചിന്റെ അറ്റാക്ക് നേരിടാൻ സാധ്യതയുള്ള ഒരാൾ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പിശാച്. കാരണം നമ്മുടെ മെത്രാന്, നമ്മുടെ രൂപത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ സാധ്യത മെത്രാനെയാണ്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി, മെത്രാന് വേണ്ടി, പിന്നെ നമ്മുടെ വികാരി അച്ഛന് വേണ്ടി. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛനെ നമ്മൾ കുറ്റം പറയും. ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും വികാരി അച്ഛന് ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയതിന് ശേഷം നമ്മൾ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ആരാണ് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പറയാം അൽമായരാണ്. കാരണം അൽമായരുടെ പ്രധാന ഉത്തരവാദിത്വമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു വികാരി അച്ഛൻ, 3000 ആളുകളുള്ള ഇടവകയിൽ ഒരു ദിവസം ഒരാൾ വികാരി അച്ഛന് വേണ്ടി ഒരു കൊന്ത ചൊല്ലിയാൽ 3000 ജപമാല ചൊല്ലും. ഇപ്പം എന്നെ കേട്ട് നിൽക്കുന്നതോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വികാരി അച്ഛന് എത്ര പ്രത്യേകതകളുള്ള ആളായിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് എല്ലാം ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഒരു ദിവസം 3000 ജപമാല വെച്ച്, ഞാൻ വെറുതെ ചോദിക്കാം, ഒരു 100 ദിവസം 3 ലക്ഷം ജപമാല ചൊല്ലിയാൽ നമ്മുടെ വികാരി അച്ഛൻ ആത്മാവിൽ പറക്കുമോ അതോ അല്ലേ, അതോ അഭിഷേകം കൊണ്ട് നിറയുമോ, അതോ ഏറ്റവും നല്ല ഒരു വികാരി അച്ഛനായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അത് ശരിക്കും അങ്ങനെയാണല്ലേ, ഒരു ഫയർ ആയിരിക്കും അത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെത്രാൻ, നമ്മുടെ മാർപ്പാപ്പയ്ക്ക് കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ്. പക്ഷെ ഇത് സംഭവിക്കാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രശ്നമുള്ളത്. അപ്പൊ ആരാണ് ചെയ്യാത്തത്? അതെ, നമ്മൾക്ക് അതിന്റെ എന്റെ വിഴന്ന് വെക്കണം അല്ലേ? സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് ജോസഫ് ദാസൻ ബ്രദറിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുക തന്നെയായിരുന്നു. അദ്ദേഹത്തെ നടത്തിയ വഴികൾ, കൂദാശകളോടുള്ള സ്നേഹം, വീണ് കിടന്നാലും അവിടുന്ന് കരകയറ്റുന്ന ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം, അതോടൊപ്പം തന്നെ തിരുസഭയോടുള്ള കാഴ്ചപ്പാട്, സഭയുടെ നന്മയുടെ മുഖങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം നമ്മൾ കേൾക്കുകയായിരുന്നു. ഒരു വാക്കിലേക്ക് നമുക്കിതിനെ ക്രോഡീകരിച്ചാൽ, പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന, സഭയെയും ദൈവത്തെയും സ്നേഹിക്കുന്ന, ഏത് കുഴിയിൽ വീണാലും അതിൽ നിന്ന് കരകയറ്റാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിത്വമായി ദൈവം മാറ്റിയിരിക്കുന്നു. തുടർന്നുള്ള ജീവിതവും ഇതുപോലെ തന്നെ മരണം വരെയും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും സഭാസ്നേഹത്തിലും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിമ